ഹലോ എല്ലാവർക്കും നമസ്കാരം. ഹൈദരാബാദിൽ പോയപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. ഒരുപാടൊന്നുമില്ല, ഒരു തിരക്കുള്ള റോഡിൽ കൂടെയുള്ള കാഴ്ചയാണ്. ഇത് 2 വേ റോഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് കച്ചവടക്കാരാണ്. ഹൈദരാബാദികളാണ് കൂടുതലും. ഇവർ ഹിന്ദി സംസാരിക്കുന്നവരും ഉണ്ട്. തെലുങ്ക് കുറവാണ്. ഹൈദരാബാദ് ആണെങ്കിലും തെലുങ്ക് ലാംഗ്വേജ് കുറവാണ്. ഇവിടെ ഹിന്ദിയാണ് കൂടുതലും ആൾക്കാർ സംസാരിക്കുന്നത്. ഇവിടെ ബസ്സുകളിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് കയറ്റുകയാണ് പതിവ്. ഒരു മൈക്ക് വെച്ച് ആൾക്കാരെ വിളിച്ച് ബസ്സിൽ കയറ്റുകയാണ് ഇവിടുത്തെ ഗവൺമെൻറ് സർവീസിലെ ജീവനക്കാർ, അതായത് കണ്ടക്ടർ. ഇപ്പം നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ ഇവിടെ നാട്ടിൽ യാത്രക്കാരെ ആരും വിളിച്ചാൽ വണ്ടിക്കകത്ത് കയറ്റാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നി. ഇവിടെയുള്ള യാത്രക്കാരെ ബസ്സിൽ മൈക്ക് വെച്ച് വിളിച്ച് സ്ഥലങ്ങൾ പറഞ്ഞ് വിളിച്ച് ആളെ കയറ്റുന്നു. ഒരു പക്ഷേ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ സെപ്പറേറ്റ് സ്റ്റാൻഡില്ല. ഗവൺമെൻറ് ബസ്സുകൾക്കും പ്രൈവറ്റ് ബസ്സുകാർക്കും സ്റ്റാൻഡില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും ആൾക്കാരെ കൊണ്ടുപോകാം. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് സർവീസിലെ ജീവനക്കാർ മൈക്ക് വെച്ച് അനൗൺസ്മെൻറ്റ് ചെയ്ത് ആൾക്കാരെ വണ്ടിയിൽ കയറ്റുന്നത്. അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർ കൊണ്ടുപോകും ആ യാത്രക്കാരെ, അല്ലെങ്കിൽ റിക്ഷക്കാരെ കൊണ്ടുപോകും. ഒരുപാട് വ്യത്യാസം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഹൈദരാബാദിലെ സെക്കന്ദരാബാദ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ സ്പെഷ്യലായിട്ട് വരുന്നത് ഹൈദരാബാദ് ബിരിയാണിയാണ്. അതിപ്പോൾ ഹൈദരാബാദ് ബിരിയാണി ഹൈദരാബാദിൽ മാത്രമല്ല, ദുബായിലും പേരുകേട്ട ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇവിടെയും മെട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്നത് റിക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് ഞാൻ റിക്ഷയിൽ യാത്ര ചെയ്യുന്ന ഒരു വിഷ്വലാണ്. അപ്പോൾ പിന്നീട് ഏറെ സങ്കടം തോന്നിയത് ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങളാണ്. ആരും അങ്ങനെ കറക്റ്റ് നിയമങ്ങൾ പാലിക്കാറില്ല. എല്ലാവരും തെറ്റിച്ചാണ് നിയമങ്ങൾ പാലിക്കുന്നത്. അത് മാത്രമല്ല, റോഡുകളിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടാണ് ഹോൺ ഉപയോഗിക്കുന്നത്. നമുക്ക് തന്നെ തല പെരുത്തു പോകുന്ന രീതിയിലാണ് അവർ ഹോൺ ഉപയോഗിക്കുന്നത്. അത് ഏത് യാത്രക്കാരാണെങ്കിലും വളരെ ബുദ്ധിമുട്ടിലാണ് ഈ സാഹചര്യം നേരിടുന്നത്. പിന്നെ ബസ്സിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ എല്ലാം വർഷങ്ങളായി കാണാൻ കഴിയിട്ട്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കേരളത്തിലെ മിക്ക വണ്ടികളും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ വൃത്തി വളരെ കുറവാണ്. ഈ യാത്രയിൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചർച്ച് കാണാനിടയായി. അതും കൂടെ കാണിക്കാം. ഈ വീഡിയോ ഇതാണ് ഞാൻ പറഞ്ഞത്, അവിടുത്തെ ആൾക്കാരെ വിളിച്ച് സെക്കന്ദരാബാദ് ഒരു ചർച്ചാണ്. ഒരു മണിക്കൂറിന് 25 രൂപയാണ് സെക്കന്ദരാബാദിലെ ഇരിക്കാനുള്ള സ്ഥലം, അതായത് ലോഞ്ച്. AC ആണ്, ബട്ട് അതിൻ്റെ അകത്ത അവസ്ഥയാണ്. എന്താ ചെയ്യാല്ലേ.